കർത്താവിൽ പ്രിയ ദൈവജനമേ, ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ വർഷത്തിൻ്റെ രണ്ടാമത്തെ മാസത്തിൽ പ്രവേശിക്കുവാനും അതിൻ്റെ ആദ്യ ഞായറാഴ്ചയെങ്കിൽ വലിയവനായ ദൈവത്തെ ആരാധിപ്പാനും മഹത്വീകരിപ്പാനും ഒക്കെ ദൈവം നൽകുന്ന കൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ഒരു മാസക്കാലം ദൈവം നമ്മുടെ കരം പിടിച്ച് വഴി നടത്തി. ആപത്തനർത്ഥങ്ങൾ, രോഗപ്രയാസമൊക്കെ ദൈവം നടത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പുതിയ മാസത്തിൻ്റെ ആദ്യ ഞായറാഴ്ച ദൈവത്തെ സ്തുതിച്ച് മഹത്വീകരിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കാം. ഈ ആരാധനയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ നമുക്കിതിൽ പങ്കുചേരാം. സർവഭൂമിയുമായുള്ളവേ ദൈവത്തിന് ഘോഷിപ്പിൻ, അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കീർത്തിപ്പിൻ, അവൻ്റെ സ്തുതി മഹത്വീകരിപ്പിൻ. കണ്ണുകളടയ്ക്കാം, നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അനാദിയായും ശാശ്വതമായും നിത്യദൈവമായി ഞങ്ങളുടെ ജീവിതങ്ങളെ ഭരിച്ചു വാഴുന്ന സർവശക്തനായ സ്വർഗീയ പിതാവാം ഞങ്ങളുടെ നല്ല ദൈവമേ, അൽഫായും ഒമേഗയും ആദിയും അന്തവും ആദ്യനും ഒടുക്കത്തിനുമായ ജീവനുള്ള ക്രിസ്തുവിന്റെ സന്നിധിയിൽ ഞങ്ങൾ തന്നെ വിനയപ്പെടുത്തുവാൻ ഒരു പുതിയ മാസം കൂടെ ദൈവം നൽകിയല്ലോ. സ്തോത്രം സ്തോത്രം ചെയ്തു പിതാവേ. അനേക ജീവിതങ്ങൾ ഞങ്ങൾക്ക് ചുറ്റും പൊലിഞ്ഞു പോകുമ്പോൾ കർത്താവേ, ദൈവം ഞങ്ങൾക്ക് നൽകുന്ന ഓരോ കർത്താവെ ആഴ്ചകളും ഓരോ പുതിയ മാസങ്ങളും കർത്താവെ അങ്ങ് എത്ര സ്തുതിച്ചാലും മഹത്വപ്പെടുത്തിയാലും മതിയാകുകയില്ലല്ലോ. അവിടുത്തെ ആ വലിയ സ്നേഹത്തിനായി, ആ വലിയ ദയക്കായി, കരുണയ്ക്കായി കോടാനുകോടി സ്തോത്രം സ്തോത്രം ചെയ്യുന്നു പിതാവേ. അനുഗ്രഹിക്കപ്പെട്ട ധന്യമായ കർത്താവ് പ്രഭാതത്തിൽ അവിടുത്തെ കൃപയിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ പിതാവേ. ഇത്രത്തോളം ദൈവം ഞങ്ങളെ സഹായിച്ചു, ഇത്രത്തോളം ദൈവം ഞങ്ങളെ നടത്തിയപ്പ. ഒന്നുമില്ലായ്മയെന്നൊക്കെ കർത്താവ് ഞങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്നല്ലോ. സ്തുതിക്കുന്നു അപ്പ. ഭക്ഷിപ്പാൻ ആഹാരം, ധരിക്കുവാൻ വസ്ത്രം, പാർക്കുവാൻ ഭവനം, സഞ്ചരിക്കുവാൻ വാഹനങ്ങളപ്പ, ഉപജീവന മാർഗങ്ങളൊക്കെ ദൈവം നൽകിയല്ലോ കർത്താവേ. ഈ ആരാധനയിലൂടെ യേശുവേ അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു കർത്താവേ. അങ്ങയുടെ നാം മഹത്വപ്പെടുമാറാകട്ടെ കർത്താവേ. ഈ ആരാധന പങ്കുചേർന്നിരിക്കുന്ന എല്ലാവരെയും അപ്പ കുടുംബമായി വ്യക്തികളായി ദൈവം ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനയുടെ ആദ്യോടെന്ന് തിരുസാന്നിധ്യം നൽകി ഞങ്ങൾ അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകണമെന്ന് യേശു രക്ഷിതാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയരെ, നമുക്ക് സങ്കീർത്തന പുസ്തകം 72 11 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ചേർന്ന് ചൊല്ലാം. 72 സങ്കീർത്തനം അതിൻ്റെ 11 മുതൽ തീർത്ത് വരെയുള്ള വചനങ്ങൾ നമുക്ക് ചേർന്ന് ചൊല്ലാം. സകല രാജാക്കന്മാരും അവനെ നമസ്കരിക്കട്ടെ, സകല ജാതികളും അവനെ സേവിക്കട്ടെ. അവൻ നിലവിളിക്കുന്ന ദരിദ്രനെയും സഹായമില്ലാത്ത എളിയവനെയും വിടുവിക്കുമല്ലോ. എളിയവനെയും ദരിദ്രനെയും അവൻ ആദരിക്കും. ദരിദ്രന്മാരുടെ ജീവനെ അവൻ രക്ഷിക്കും. അവരുടെ പ്രാണനെ അവൻ പീഡയിൽ നിന്നും സാഹസത്തിൽ നിന്നും വീണ്ടെടുക്കും. അവരുടെ രക്തം അവന് വിലയേറിയതായിരിക്കും. അവൻ ജീവിച്ചിരിക്കും. ശബ പൊന്ന് അവന് കാഴ്ച വരും. അവന് വേണ്ടി എപ്പോഴും പ്രാർത്ഥന കഴിക്കും. ഇടവിടാതെ അവനെ അനുഗ്രഹിക്കും. ദേശത്ത് പർവ്വതങ്ങളുടെ മുകളിൽ ധാന്യ സമൃദ്ധി ഉണ്ടാകും. അതിൻ്റെ വിളവ് ലബാനോനെ പോലെ ഉലയും. നഗരവാസികൾ ഭൂമിയിലെ സസ്യം പോലെ തഴയ്ക്കും. അവൻ്റെ നാമം എന്നേക്കും ഇരിക്കും. അവൻ്റെ നാമം സൂര്യൻ ഉള്ളയിടത്തോളം നിലനിൽക്കും. മനുഷ്യർ അവൻ്റെ പേർ ചൊല്ലി അന്യോന്യം അനുഗ്രഹിക്കും. സകല ജാതികളും അവനെ ഭാഗ്യവാൻ എന്ന് പറയും. താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്നവനായി ഇസ്രായേലിൻ്റെ ദൈവമായി യഹോവയായ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവൻ്റെ മഹത്വമുള്ള നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഭൂമി മുഴുവനും അവൻ്റെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ. ആമീൻ, ആമീൻ. ഈശായി പുത്രനായ ദാവീദിന്റെ പ്രാർത്ഥനകൾ അവസാനിച്ചിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയെങ്കിൽ ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമീൻ. നമ്മുടെ കണ്ണുകളടയ്ക്കാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഈ പ്രഭാതത്തിൽ നമ്മെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. കർത്താവ് മഹോന്നതനാകുന്നു. രാപ്പകൽ തോറും ദൈവത്തിന്റെ സന്നിധിയിൽ കാത്തിരുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന മക്കളെ ദൈവം ഒരു നാളും കൈവിടുന്നില്ല, ഉപേക്ഷിക്കുന്നില്ല. ആ ദൈവത്തിന്റെ സന്നിധിയോട് നമുക്ക് ചൊല്ലാം. ആമേൻ.
രാവും പകലും ദൂതന്മാരുടെ ആർപ്പിൻ മധ്യ വസിക്കുന്ന, സ്തുതിയുടെ മധ്യ വസിക്കുന്ന ജീവനുള്ള ദൈവം, ആ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെയും പൂർണ്ണമായി സമർപ്പിക്കാം. സ്തുതി ബഹുമാനവും സ്വീകരിപ്പാ എന്നും നീ യോഗ്യനാ. യേശുനാഥായൻ കർത്തനാം രക്ഷകൻ നീ, ദൂതന്മാരാപ്പകൽ വാഴ്ത്തിയിടുന്നോ. നന്ദിയാൽ വാണങ്ങും തിരുമുൻപിൽ ഇന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ. നന്ദിയാൽ വാണങ്ങും തിരുമുൻപിൽ ഇന്നേരം എന്നുമെന്നും നീ ആരാധ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാ എന്നും നീ യോഗ്യനാ. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായിരിക്കുന്ന സർവശക്തനായ സ്വർഗീയ പിതാവാം ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത വേളയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു പിതാവേ, സ്തോത്രം ചെയ്യുന്നു. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ദൈവം, നന്ദി കർത്താവേ. ആമേൻ. 2022 നാഥ അങ്ങ് നൽകിയ വാഗ്ദത്തത്തിനായി സ്തോത്രം 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 ചെയ്യുന്നു പിതാവേ. കതകുകൾ നിനക്ക് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിന് യഹോവയായ ഞാൻ നിന്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. നീ കൈവിടപ്പെടുകയില്ല. നന്ദി കർത്താവേ. ദൈവം നൽകിയ വാഗ്ദത്തത്തിനായി സ്തോത്രം 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 ചെയ്യുന്ന പിതാവേ. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ദൈവം ഒരു മാസക്കാലം അത്ഭുതകരമായി ഞങ്ങളെ കരം പിടിച്ചു നടത്തിയല്ലോ. സ്തോത്രം സ്തോത്രം ചെയ്യുന്ന പിതാവേ. ഈ 2ാമത്തെ മാസത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുമ്പോൾ പിതാവായ ദൈവമേ, ഞങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതെ വണ്ണം പുത്രന്റെ പാദത്തെ ഞങ്ങൾ ചുംബിക്കുന്ന പിതാവേ. അവിടുത്തെ കർത്തായ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. അവിടുത്തെ സാന്നിധ്യത്താൽ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. ഞങ്ങളുടെ ശരീരമാകുന്ന ആലയത്തിലപ്പ അവിടുത്തെ കർത്താവെ സാന്നിധ്യമപ്പ അവൻ നിറയപ്പെടുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. പിതാവേ, അങ്ങ് ഞങ്ങളങ്ങെ സ്നേഹിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ മഹത്വപ്പെടുത്തുന്നു. സ്വർഗത്തിലെ പിതാവായ ദൈവത്തിന്റെ പൊന്നു കരസാന്നിധ്യം പിതാവേ ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബത്തിന്മേലും ഞങ്ങളുടെ ഉപജീവന മാർഗങ്ങളുടെ മേലും ദൈവം പകർന്ന് അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ ആമേൻ. നന്ദിയോടെ സ്തോത്രമപ്പ. ഇത് ഇത്രത്തോളം ദൈവം ഞങ്ങൾ നടത്തിയല്ലോ, ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചല്ലോ കർത്താവേ. ഞങ്ങളെ കരുതിയ വിധങ്ങൾക്കായി സ്തോത്രം, ഞങ്ങൾ നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രമപ്പ. ആശുപത്രി വാസങ്ങൾ, അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, അകാല മരണങ്ങൾ നോക്ക കർത്താവേ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ദൈവ കൃപയോടെ കാത്തു പരിപാലിച്ചല്ലോ. സ്തോത്രമപ്പ. ബുദ്ധിയും പരിജ്ഞാനവും ദൈവിക സാന്നിധ്യവും ദൈവ കൃപയും ആമേൻ ആമേൻ. നന്ദി കർത്താവേ. ഞങ്ങളുടെ മേൽ പകർന്ന് പൊന്നുപിതാവായ ദൈവം ഞങ്ങളെ ആശീർവദിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന പിതാവേ. ഈ പ്രഭാത വേളയിൽ നാഥ ദൈവ സാന്നിധ്യത്തിലായിരിക്കും ഞങ്ങളുടെ മക്കൾക്കായി സ്തോത്രമപ്പ. നിന്റെ മക്കൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്റെ പൊന്നുപിതാവിന്റെ കരം നിന്റെ മക്കളുടെ ശിരസിന്മേൽ വയ്ക്കണമേ അപ്പ. അവിടെ നിന്ന് ആശീർവദിക്കണമേ. അവർ ഭവനങ്ങളിലായിരിക്കുമ്പോൾ ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ തേജസ് ആമേൻ കർത്താവേ ഈ നിമിഷം നിന്റെ മക്കളുടെ മേൽ അധിവസിക്കുമാറാകട്ടെ കർത്താവേ. സ്വർഗീയ ശക്തിയാൽ നിന്റെ മക്കൾ നിറയപ്പെടട്ടെ കർത്താവേ. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കണമേ. ഉറങ്ങുന്നവനെ നീ മരിച്ചവരുടെ ഇടയിൽ നിന്ന് നീ എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. നന്ദി കർത്താവേ. ആ ദൈവ സാന്നിധ്യമപ്പ അങ്ങയുടെ മക്കളുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ ആമേൻ. നന്ദി കർത്താവേ. സ്തോത്രം ചെയ്യുന്ന പിതാവേ. അങ്ങ് ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു കർത്താവേ. എല്ലാവരും അവിടുത്തെ ആത്മാവിനാൽ നിറയപ്പെടട്ടെ കർത്താവേ. അങ്ങയുടെ ശക്തിയാൽ നിറയപ്പെടട്ടപ്പ. നിന്റെ മക്കളെ അവിടുന്ന് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. തങ്ങൾ വസിക്കുന്ന ഭവനങ്ങളെ ആമേ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ആമേ നിറയ്ക്കും
അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയാൽ അങ്ങ് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. നിന്റെ മക്കളുടെ ഉപജീവന മാർഗങ്ങൾക്കായി സ്തോത്രമപ്പ. കച്ചവടങ്ങൾ, ഉപജീവന മാർഗങ്ങൾ കർത്താവേ, മറ്റു തൊഴിൽ മേഖലകളെ യേശുവിന്റെ നാമത്തിൽ അടിയങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ. സ്ഥാപനങ്ങൾ നടത്തുന്നവർ, വാഹനം ഓടിച്ച് ഉപജീവനം നടത്തുന്ന കമ്പനികൾ നടത്തുന്നവർ കർത്താവേ, മറ്റു ഗവൺമെന്റ് ഇതര മേഖലകളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ അടിയങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ. അവരവരായിരിക്കുന്ന മേഖലയിൽ കർത്താവേ ഉന്നതമായ ഉയർച്ച, നന്മ, സ്വർഗീയ അനുഗ്രഹങ്ങൾ ദൈവം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ആർക്ക് ഒന്നിന് മുട്ടില്ലാതെ ദൈവം വഴി നടത്തണമേ കർത്താവേ. യഹോവ ഞങ്ങളുടെ ഇടയനാകുന്നു, ഞങ്ങൾക്കൊന്നിന് മുട്ടുണ്ടാകയില്ല. സ്തോത്രം പിതാവേ. ഞങ്ങളുടെ അവസാന സാക്ഷ്യം അത് തന്നെ ആയിരിക്കട്ടെ കർത്താവേ. ദൈവം ഞങ്ങൾക്ക് ഇടയനായത് കൊണ്ട്, ഞങ്ങൾ കർത്താവിനെ ഇടയനാക്കിയത് കൊണ്ട് പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പിതാവേ ഒന്നിന് മുട്ടുണ്ടാകയില്ല പിതാവേ. നന്ദിയോടെ സ്തുതിക്കുന്നു അപ്പ. അടിയങ്ങളുടെ ജീവിത പങ്കാളി, മാതാപിതാക്കളെ, ഞങ്ങളുടെ മക്കളെ, സഹോദരങ്ങളും ഒക്കെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ ദൈവം പൊതിഞ്ഞ് സൂക്ഷിക്കണമേ കർത്താവേ. ഒരു ദോഷവും തട്ടാതെ വണ്ണം അപ്പന്റെ പൊന്നു കർത്ത നിന്റെ മക്കളെ വഹിച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു പിതാവേ. എല്ലാവരും ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. ദൈവ സാന്നിധ്യത്താൽ നിറയപ്പെട്ട് ഞങ്ങളെ പൂർണ്ണമായി ദൈവകരങ്ങൾ തരുന്നു കർത്താവേ. ദൈവമല്ലാതെ ഒരു ശക്തി ഞങ്ങൾക്കില്ല, ദൈവമല്ലാതെ ഒരു കൃപ ഞങ്ങൾക്കില്ല, ദൈവമില്ലാതെ ഒന്നും ഞങ്ങൾക്ക് എല്ലാം ഞങ്ങളുടെ ദൈവമാകുന്നു. നന്ദി കർത്താവേ. അവിടുത്തെ കൃപയാൽ ഞങ്ങളെ പൊതിഞ്ഞുകൊള്ളണമേ കർത്താവേ. ആമീൻ. ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ദൈവം അറിയുന്നുവല്ലോ കർത്താവേ. എന്തിനായി ഞങ്ങൾ ഭാരപ്പെടുന്നു, എന്തിനായി ഞങ്ങൾ കർത്താവിന്റെ സന്നിധിയിലപ്പ ആമീൻ കാത്തിരിക്കുന്നു പിതാവേ. ആമീൻ. ഞങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഈ യഹോവയായ ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്നത്തെ കൂരിരുട്ടിന്റെ അനുഭവങ്ങളെ ദൈവം നീക്കി കർത്താവേ. കിഴക്കൻ കാറ്റ് വീശി കർത്താവേ ഒരു പ്രകാശത്തിന്റെ, അനുഗ്രഹത്തിന്റെ, നന്മയുടെ ഉറവിടങ്ങളെ ദൈവം ഞങ്ങൾക്കായി തുറക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് കർത്താവേ യോശുവായോട് അങ്ങ് പറഞ്ഞല്ലോ പിതാവേ. ആ കർത്താവേ ശബ്ദം ഞങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ കേൾക്കുന്നു കർത്താവേ. അവൻ നിന്നെ കൈവിടുകയില്ല, അവൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. ആമേ സ്തോത്രം. നിന്റെ ദുഃഖകാലം തീർന്നു പോകും. യഹോവ നിന്റെ നിത്യ പ്രകാശമായി. സ്തോത്രം പിതാവേ. ആ പ്രകാശത്തിന്റെ അനുഭവത്തിൽ ദൈവം ഞങ്ങളെ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഞങ്ങളെ കരം പിടിച്ച് നടത്തിയാട്ട് നാഥ, ഞങ്ങളെ കരം പിടിച്ച് നടത്തിയാട്ട്. തുടർന്നും കർത്താവേ അങ്ങയുടെ കരം പിടിച്ചുകൊണ്ട് നടക്കുവാൻ ഞങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്നു അപ്പ. ഞങ്ങളുടെ മക്കളും അപ്പ ആ പന്താവിൽ ജീവിക്കട്ടെ, ആ വഴിയെ സഞ്ചരിക്കട്ടെ കർത്താവേ. യേശു അപ്പന്റെ കരത്തെ പിടിച്ചുകൊണ്ട് കർത്താവേ അങ്ങേ പിൻപറ്റട്ടെ. നന്ദിയോടെ സ്തുതിക്കുന്നു പിതാവേ. അവിടുത്തെ കൃപയാൽ ഞങ്ങളെ പൊതിയണമേ അപ്പ. എല്ലാ വഴിയാത്രകളും കൂടിയിരിക്കണമേ. ഈ ഒരു മാസക്കാലം അപ്പ സ്വർഗീയ കൃപയും ശക്തിയും നൽകണമേ കർത്താവേ. വിദേശത്തായിരിക്കുന്നവർ കർത്താവേ, ആമീൻ കർത്താവേ, മറ്റു സംസ്ഥാനങ്ങളിൽ പോയി കർത്താവ് ഉപരിപഠനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ അപ്പ, ആമീൻ കർത്താവ് വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, വാർദ്ധക്യ അവസ്ഥയിലായിരിക്കുന്ന മക്കൾ കർത്താവേ, എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് സൗഖ്യമാക്കി പ്രാർത്ഥിക്കുന്നു. സമൃദ്ധിയും നന്മയും നൽകണമേ അപ്പ. പ്രമോഷനായി കാത്തിരിക്കുന്നവർ, ഒരു ജോലിക്കായി കാത്തിരിക്കുന്നവർ അപ്പ, ഗർഭിണികളായിരിക്കുന്നവർ കർത്താവേ, മറ്റു രോഗാവസ്ഥയിലായിരിക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളെ കാണുമാറാക്കണമേ. എന്റെ യേശു ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങുന്നതോർത്ത് സ്തോത്രമപ്പ. അങ്ങ് തിരശ്ശീലയ്ക്ക് പിന്നിൽ ഞങ്ങൾക്കായി പ്രവർത്തിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു പിതാവേ. അവിടുത്തെ കൃപ കൊണ്ട് നിറച്ചാട്ട എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. ഈ വരുന്ന ഒരാഴ്ചക്കാലം ദൈവം ഞങ്ങളെ വഴി നടത്തണമേ. ഒന്നിനെ മുട്ടില്ലാതെ സമാധാനത്തിന്റെ ദൈവമപ്പ, സമൃദ്ധിയുടെ ദൈവമപ്പ, അനുഗ്രഹത്തിന്റെ ദൈവം കർത്താവ് ഞങ്ങളെ കരം പിടിച്ച് നടത്തി എല്ലാ നന്മയിൽ യഥാസ്ഥാനപ്പെടുത്തി കൃപയോടെ വഴി നടത്തി അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ കേൾക്കുവാൻ പോകുന്ന വചനത്തിനായി സ്തുതിക്കുന്നു കർത്താവേ. ഞങ്ങൾ എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമേ. അബ്രഹാമിനോട് അങ്ങ് അരുളിച്ചതല്ലോ, ഞാൻ നിന്നെ അനുഗ്രഹിച്ചു, നീ കർത്താവ് ഒരു അനുഗ്രഹമായിരിക്കുന്നു പിതാവേ. ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പ, ഞങ്ങൾ യാചിക്കുന്നു കർത്താവേ. അങ്ങിൽ നിന്നും അനുഗ്രഹം ഞങ്ങൾ പ്രാപിക്കുന്നതോടൊപ്പം കർത്താവേ ഞങ്ങൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ, മറ്റുള്ളവർക്ക് ഒരു ബ്ലെസ്സിംഗ് ആയി തീരുവാൻ, ഞങ്ങളും ഞങ്ങളുടെ കുടുംബ അംഗങ്ങളും കർത്താവേ എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിച്ച് അനുഗ്രഹിക്കണമെന്ന് യേശു രക്ഷിതാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നൽകണമേ. ഞങ്ങൾ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയെ കടത്താതെ സകല ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും ഇന്നും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമീൻ, ആമീൻ, ആമീൻ. കർത്താവിൽ പ്രിയരെ, ഇന്ന് പ്രഭാതത്തിൽ നാം ധ്യാനിക്കുവാനായി പോകുന്ന ധ്യാനത്തിനായുള്ള ചിന്താവിഷയം ക്രിസ്തുവിൻ്റെ മാതൃക എന്നതാണ്.
ക്രിസ്തു നമുക്ക് കാണിച്ചു നൽകിയ മാതൃക. ഇന്നീ പ്രഭാതവേളയിൽ 2 ചോദ്യത്തോടുകൂടെ ഞാൻ ഇന്നത്തെ സന്ദേശം ആരംഭിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു നല്ല ശമരിയക്കാരൻ്റെ സാന്നിധ്യം നാം അനുഭവിച്ചിട്ടുണ്ടോ? ഒരു നല്ല ശമരിയക്കാരൻ്റെ സാന്നിധ്യം നാം അനുഭവിച്ചിട്ടുണ്ടോ? ഞാനതിന് വിശദീകരിക്കാം. ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ അർത്ഥപ്രാണനായി തീരുന്ന ചില അവസ്ഥകൾ, സഹായിപ്പാൻ ആരുമില്ലാതെ, അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട്, നിന്ദിക്കപ്പെട്ട്, പരിഹാസത്തിൻ്റെ അനുഭവത്തിൽ, സാമ്പത്തിക തകർച്ചയുടെ, രോഗത്തിൻ്റെ, മാനസിക സമ്മർദ്ദത്തിൻ്റെ നടുവിൽ തള്ളപ്പെട്ട നിമിഷങ്ങളിൽ ആരെങ്കിലും ഒരു നല്ല ശമരിയക്കാരൻ്റെ സാന്നിധ്യം ആരിലൂടെയെങ്കിലും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു വ്യക്തിയിലൂടെ ഒരു നല്ല ശമരിയക്കാരൻ്റെ ഒരു സാന്നിധ്യം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? എൻ്റെ രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ എപ്പോഴെങ്കിലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു ശമരിയക്കാരൻ്റെ സാന്നിധ്യത്തോടുകൂടെ നിങ്ങളുടെ ജീവിതം പ്രവർത്തിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും വേദനപ്പെടുന്നവരുടെ, സങ്കടപ്പെടുന്നവരുടെ, ദുരിതം അനുഭവിക്കുന്നവരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു നല്ല ശമരിയക്കാരനായി തീരുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പം ഇതിനെ ബേസ് ചെയ്താണ് ഇന്ന് നാം തിരുവചനം ധ്യാനിക്കുന്നത്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37 വരെ വായിക്കുമ്പോൾ, ഒരിക്കൽ ഒരു ന്യായശാസ്ത്രി യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഗുരു, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? വേദപുസ്തകം വ്യക്തമായി പറയുന്നുണ്ട്, ഈ ന്യായശാസ്ത്രി യേശുവിൻ്റെ അടുക്കൽ വന്നത് യേശുവിനെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. അപ്പം വളരെ സാധാരണമായൊരു ചോദ്യമാണ് ചോദിക്കുന്നത്, ഗുരു, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? കർത്താവായ യേശു ക്രിസ്തു അതിന് നൽകുന്ന മറുപടി എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമാണെന്ന് സംശയമില്ല. യേശു എന്നോട് ചോദിച്ചു, ന്യായപ്രമാണത്തിൽ എന്താണ് എഴുതിയിട്ടുള്ളത്? അതിനെ നീ അനുസരിച്ചാൽ മാത്രം മതി നിത്യജീവനിൽ പ്രവേശിപ്പാൻ നിന്നെ കൊണ്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ എന്താണ് യേശു അർത്ഥമാക്കിയത്? കർത്താവായ യേശു ക്രിസ്തു ന്യായപ്രമാണത്തെ വളരെ ശ്രേഷ്ഠമായി കാണുവാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ടും നിത്യജീവൻ അവകാശമാക്കുവാൻ 2 കാര്യങ്ങളാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ന്യായശാസ്ത്രിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് പുതുതായ കാര്യമൊന്നുമല്ല. ന്യായപ്രമാണത്തിൽ മുന്നമേ എഴുതപ്പെട്ടതാണ്. എഴുതപ്പെട്ട ന്യായപ്രമാണത്തിൻ്റെ ഏറ്റവും അനുഗ്രഹീതമായ ചിന്തകളാണ് യേശു കർത്താവ് ഈ ന്യായശാസ്ത്രിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഒന്നാമതായി പറയുന്നത്, നിത്യ ജീവൻ അവകാശമാക്കണമെങ്കിൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ലവ് യുവർ ഗോഡ്. നീ ദൈവത്തെ സ്നേഹിക്കുക. നീ ദൈവത്തെ സ്നേഹിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ ഒരു വലിയ മാതൃക എന്ന് പറയുന്നത് തൻ്റെ 33.5 വർഷക്കാലം തൻ്റെ പിതാവായ ദൈവത്തെ സ്നേഹിച്ചു എന്നുള്ളതാണ്. യേശു നമുക്ക് എല്ലായ്പ്പോഴും മാതൃക തന്നെയാണ്. യേശു തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതിന് തന്നെയാണ് യേശു അനുകരിക്കുവാനായി നമ്മോട് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് അതുകൊണ്ടാണ് പറയുന്നത്, ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുക. യഥാർത്ഥമായി ദൈവത്തെ നിങ്ങൾ സ്നേഹിച്ചാൽ നിത്യജീവൻ അവകാശമാക്കുവാൻ സാധിക്കുമെന്നതാണ് യേശു ഇവിടെ അർത്ഥമാക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ നാം എല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. പ്രസംഗിക്കുന്ന ഞാനും, പ്രാർത്ഥിക്കുന്ന ഞാനും, ആരാധന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നല്ല വിശ്വാസികളായ നിങ്ങളെല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. യെസ്, വി ലവ് അവർ ഗോഡ്. നാനാ ജാതി മതവിഭാഗങ്ങളെയൊക്കെ നാം പരിശോധിച്ചാലും അവരെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നു, ഈശ്വരനെ ഞങ്ങൾ സ്നേഹിക്കുന്നു.
പക്ഷേ ഇവിടെ വേദപുസ്തകം പറയുന്നത് നിത്യജീവൻ അവകാശമാക്കണമെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുക എന്ന പൊതുവായ ഒരു തത്വത്തിൽ മാത്രം നിലയുറയ്ക്കാതെ ദൈവത്തെ സ്നേഹിക്കുക എന്നതിൽ ഒരു പൂർണ്ണത ഉണ്ടാകണമെന്നാണ് യേശു കർത്താവ് ഇവിടെ പറയുന്നത്. വേദപുസ്തകം നമ്മോട് പറയുന്നത് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ അതിലൊരു പൂർണ്ണത ഉണ്ടാകണം. എന്താണ് പൂർണ്ണത എന്ന് പറയുന്നത്? അതിവിടെ ഈ വേദഭാഗത്ത് പറയുന്നുണ്ട്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കണമെന്നാണ് പറയുന്നത്. എത്ര അനുഗ്രഹീതമായ ഒരു അനുഭവം പ്രിയമുള്ളവരെ. യെസ്, വി ലവ് ഗോഡ്, ബട്ട് അതൊരു പെർഫെക്റ്റ്നെസ് ഉണ്ടോ? നാം എങ്ങനെയാ ദൈവത്തെ സ്നേഹിക്കുന്നത്? കാരണം വേദപുസ്തകത്തിൽ പറയുന്നു സ്നേഹത്തിൽ 4 കാര്യങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ആത്മാവുണ്ടാകണം, ഹൃദയമുണ്ടാകണം, മനസ്സുണ്ടാകണം, ശക്തി ഉണ്ടാകണം. നാം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ഈ 4 കാര്യങ്ങൾ ഉണ്ടാകണമെന്നാണ് പറയുന്നത്. അതിനർത്ഥം നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുവാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സും ശരീരവും നിങ്ങളുടെ ഹൃദയമെല്ലാം അതിൽ ഒരുങ്ങിയിരിക്കണം. അത് വളരെ എളുപ്പത്തിൽ വളരെ ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം, ആ സ്നേഹം വിഭജിക്കപ്പെടുവാൻ പാടുള്ളതല്ല. ആമേൻ. ഒരിക്കലും അത് പങ്കുവയ്ക്കപ്പെടേണ്ടുന്നതല്ല. ദൈവത്തിനായി കൊടുക്കുമ്പോൾ അത് പൂർണ്ണതയോടെ കൊടുക്കണം. ദൈവത്തെ നിങ്ങൾ സ്നേഹിക്കുമ്പോൾ അതിൽ പൂർണ്ണത ഉണ്ടായിരിക്കണം. അതിൽ നിങ്ങളുടെ മനസ്സുണ്ടാകണം, ഹൃദയമുണ്ടാകണം, നിങ്ങളുടെ ശക്തി ഉണ്ടാകണം, നിങ്ങളുടെ ഹൃദയമുണ്ടാകണം. എത്ര അനുഗ്രഹീതമായ അനുഭവം പ്രിയമുള്ളവരെ. നാം പലപ്പോഴും ദൈവസന്നിധിയിൽ ചെല്ലുന്ന എന്തിനു വേണ്ടിയാണ്? ആവശ്യം നടക്കുവാൻ വേണ്ടി നാം ദൈവത്തെ സ്നേഹിക്കാറുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ മക്കൾ പലപ്പോഴും ആവശ്യം നടക്കുവാൻ വേണ്ടി പെട്ടെന്ന് സ്നേഹപ്രകടനങ്ങൾ നടത്താറുണ്ട്. നാം ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പിറ്റേന്ന് എന്തോ സാധിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മുടെ മക്കൾ എന്ത് ചെയ്യും? പെട്ടെന്ന് ഓടി വന്ന് അടുക്കലിരുന്ന് പെട്ടെന്ന് കൊഞ്ചിക്കുഴഞ്ഞ് സ്നേഹത്തോടെ നമ്മെ തൊട്ട് തലോടി നമുക്കൊരു ഉമ്മയൊക്കെ തന്ന്, അപ്പോഴേ നാം മനസ്സിലാക്കും എന്താണ്, എന്തോ സംതിങ് എന്തോ ആവശ്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ഒരു പപ്പയ്ക്ക് അമ്മയ്ക്ക് മനസ്സിലാവും. അപ്പോൾ പലപ്പോഴും ആവശ്യം നേടിയെടുക്കുവാൻ വേണ്ടി നാം കാണിക്കുന്ന ഒരു സ്നേഹപ്രകടനമുണ്ട്. അത് വളരെ ജനറൽ, പൊതുവായ ഒരു തത്വമാണ്. മനുഷ്യരുടെ ഇടയിലെ ഒരു തത്വമാണ്. ആവശ്യം നേടിയെടുക്കുവാൻ വേണ്ടി കാണിക്കുന്ന ഒരു സ്നേഹപ്രകടനം. പലപ്പോഴും കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾക്ക് അതേ ഒരു ടെൻഡൻസി, അതേ ഒരു രീതി, പാറ്റേൺ ആണ് പലപ്പോഴും നാം ദൈവത്തോട് കാണിക്കുന്നത്. ചിന്തിച്ചു നോക്കിയേ, നാം പാട്ട് ഏറ്റവും കൂടുതൽ പാടുന്നത് എപ്പോഴാ? എപ്പോഴും പ്രാർത്ഥനയ്ക്കുള്ള ഒരു വ്യഗ്രത വരുന്നത് എപ്പോഴാ? എപ്പോഴും വേദപുസ്തകത്തെ സ്നേഹിച്ച് തുടങ്ങുന്നത് എപ്പോഴാ? കൂടുതൽ സ്നേഹിക്കുന്നത്, വായിക്കുന്നത് എന്തോ ഒന്ന് നേടിയെടുക്കണമെന്നുണ്ട്. ദൈവദാസന്മാരുടെ അടുക്കൽ പ്രാർത്ഥനയ്ക്കായി പോകുന്നത് എപ്പോഴാ? ആവശ്യം വരുമ്പോഴാണ്. ദൈവസഭ മുട്ടുകുത്തുന്നത് എപ്പോഴാ? ആവശ്യം വരുമ്പോഴാണ്. നമുക്കൊരു നീഡ്സും ഇല്ല എങ്കിലോ, നമുക്കൊരു ആവശ്യമില്ലെന്ന് കരുതുക, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എത്ര അതിനൊരു എഫക്റ്റ് ഉണ്ടായിരിക്കും. ചിന്തിക്കുക, എത്ര അതിനൊരു സീരിയസ്നെസ് ഉണ്ടായിരിക്കും. നാം എത്ര സീരിയസ്നെസ്സിനോട് നമ്മൾ പ്രാർത്ഥിക്കും. ചിന്തിച്ചു നോക്കുക. ദൈവത്തിന് കൊടുക്കേണ്ടുന്ന ആ സ്നേഹം ഒരിക്കലും വിഭജിക്കപ്പെടുവാൻ പാടുള്ളതല്ല. ദൈവം എപ്പോഴും നമ്മിൽ നിന്നും പൂർണ്ണമായ സ്നേഹം എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ദൈവം ഒരു പൂർണ്ണമായ സ്നേഹം എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ ദൈവം അന്വേഷിക്കുമ്പോൾ, നമ്മുടെ അടുക്കൽ സ്നേഹം അന്വേഷിച്ച് നമ്മുടെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ ദൈവം നോക്കുന്നത്, ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ആണോ എന്ന് ദൈവം പരിശോധിക്കും. അവിടെയാണ് ആ സ്നേഹത്തിൻ്റെ ബ്യൂട്ടി, മനോഹാരിത എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഇത് ഉണ്ടായിരുന്നു കാണുവാനായി സാധിക്കും എല്ലായ്പ്പോഴും. യേശുവിന് ദൈവത്തിൻ്റെ പുത്രനാണ്, ശക്തിയുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും, എത്ര തിരക്കുണ്ടെങ്കിലും കർത്താവ് എന്താണ്, സമയം വേർതിരിച്ച് ദൈവത്തിന് സന്നിധി പോയിരുന്നു പ്രാർത്ഥിക്കും. ആമേൻ. തൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കും. ദാറ്റ് ഈസ് റിയൽ ലവ്, ടു ടോക്ക് വിത്ത് ഗാഡ്. എത്ര തിരക്കുണ്ടെങ്കിൽ ഒരു ആവശ്യവും വേണ്ട. ദർ ഇസ് നോ നീഡ്. എനിക്ക് ഒരു ആവശ്യവുമില്ല ജീവിതത്തിൽ. ആവശ്യം ഉണ്ടോ ഇല്ലയോ, പക്ഷേ എല്ലായ്പ്പോഴും ഒരു സിസ്റ്റമാറ്റിക് ലൈഫ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഗാഡ്, ടു ദ ഫാദർ. ദൈവത്തോട് സംസർഗം ചെയ്യുന്ന ഒരനുഭവം എല്ലായ്പ്പോഴും.
ഇതൊരു പാറ്റേൺ, ഇതൊരു രീതിയാണ്, ഒരു സിസ്റ്റമാക്കി എടുക്കണം ജീവിതത്തിൽ. നാം പലപ്പോഴും ആവശ്യങ്ങൾ വരുമ്പോൾ കാണിക്കുന്ന ആ ഒരു ദാഹം, ഒരു ഇൻറ്റേർണലായിട്ടുണ്ടാകുന്ന ഒരു തേഴ്സ്റ്റ്, ഒരു വ്യഗ്രത പലപ്പോഴും മറ്റ് സമയങ്ങൾ കാണുകയില്ല. ചില സമയങ്ങൾ നമ്മുടെ മക്കൾ പെട്ടെന്ന് ഒരുപാട് സ്നേഹപ്രകടനം കാണും, പക്ഷെ ആ സ്നേഹപ്രകടനം എപ്പോഴും കാണത്തില്ല. അടുത്ത മൊമെൻ്റ് നോക്കുമ്പോൾ ഡെസ്പായിരിക്കും. നാം അങ്ങോട്ട് വിളിച്ച് ചോദിക്കണം, നീ എന്ത് ഒരുമാതിരി വെറുതെ ഒന്നുമില്ല എന്ന് പറയും. പലപ്പോഴും നാം അങ്ങോട്ട് ചോദിക്കേണ്ട അവസ്ഥ. അപ്പോഴും ചിരി കാണത്തില്ല, പുഞ്ചിരി കാണത്തില്ല, സ്നേഹപ്രകടനമൊന്നും കാണത്തില്ല. ഇതുപോലെയാണ് പലപ്പോഴും നാം ദൈവത്തോട് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്നേഹത്തിൽ പലപ്പോഴും ദൈവത്തെ സ്നേഹിക്കുന്ന സ്നേഹത്തിൽ പൂർണ്ണതയില്ലാതെ വരുന്നത് അപ്പോഴാണ്. പ്രിയമുള്ളവർ, കർത്താവായ യേശു ക്രിസ്തുവിന് എല്ലാറ്റിനും എല്ലാം തൻ്റെ പിതാവായിരുന്നു. എല്ലാറ്റിനും എല്ലാം തൻ്റെ പിതാവായിരുന്നു. അതാ ആ സ്നേഹത്തിൻ്റെ ആ സ്നേഹബന്ധം എന്ന് പറയുന്ന അതാണ്. ജീവിതത്തിൽ എല്ലാറ്റിനും മൈ ഗാഡ്, മൈ ഫാദർ, എല്ലാറ്റിനും കർത്താവ് അതാ ചെയ്ത്. എൻ്റെ പിതാവേ, എല്ലാറ്റിനും പുതിയ ശക്തി പ്രാപിപ്പ്, എല്ലാറ്റിനും ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന അനുഭവം, നിർജ്ജന സ്ഥലത്ത് പോയി സമയം സ്പെൻഡ് ചെയ്യുന്ന അനുഭവം. യേശുവിൽ ദൈവത്തിൻ്റെ ശക്തി ഉണ്ടായിരുന്നു. പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി എപ്പോഴും എല്ലായ്പ്പോഴും ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഒരു അനുഭവം കർത്താവായ യേശുവിന് ഉണ്ടായിരുന്നത് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള ദൈവത്തോട് കാണിക്കുന്ന ആ സ്നേഹത്തിൽ നമ്മുടെ ജീവിതത്തിന് ഒരു പൂർണ്ണത ഉണ്ടാകണം. അത് നമ്മൾ സ്വയം പരിശോധിക്കണം. ഇതാരും നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് കടന്നു വരികയില്ല, എക്സെപ്റ്റ് ഗാഡ്. ദൈവം അല്ലാതെ മറ്റാരും നമ്മുടെ ഇടയിൽ അത് പരിശോധിക്കുകയില്ല. ദൈവം നോക്കും. ഒരു എക്സാം എഴുതുമ്പോൾ അത് പേപ്പർ വാല്യുവേറ്റ് ചെയ്യുന്ന ഒരു ടീച്ചർ, അധ്യാപിക പരിശോധിക്കും എത്രത്തോളം എഴുതിയെന്ന്. വേറെ കൂടെയുള്ള ഫ്രണ്ട്സിനൊന്നും അറിയാൻ പറ്റത്തില്ല, മറ്റധ്യാപകർക്കൊന്നും അറിയാൻ പറ്റത്തില്ല. പക്ഷേ ആ പർട്ടിക്കുലർ അധ്യാപിക ഏത് സബ്ജക്റ്റാണോ നാം എഴുതിയത് ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയ്ക്ക് മാത്രമേ, അത് വാല്യുവേറ്റ് ചെയ്യുന്ന ആ ടീച്ചർക്ക് മാത്രമേ എത്രത്തോളം എഴുതി എന്ന് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സ് ഒന്ന് ശ്രദ്ധിച്ച്, നിങ്ങൾ പേപ്പറൊക്കെ വാല്യുവേറ്റ് ചെയ്യുമ്പോൾ ഒരു പേപ്പർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ കുട്ടിക്ക് എത്രത്തോളം നോളജ് ഉണ്ട്, എത്രത്തോളം ഈ കുട്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ശരിയല്ലേ പ്രിയമുള്ളവരെ? അപ്പോൾ എല്ലായ്പ്പോഴും ദൈവമാണ് നമ്മെ ശോധന ചെയ്യുന്നത്. ദൈവമാണ് ഇങ്ങനെ വളരെ കീനായിട്ട് നമ്മെ നോക്കുന്നത്. നമ്മെ എത്രത്തോളം നമുക്ക് എഴുതുവാൻ സാധിച്ചു, എത്രത്തോളം നാം ദൈവത്തോട് സ്നേഹിക്കുന്നു, അത് പൂർണ്ണതയുണ്ടോ അതിൽ ദൈവം പരിശോധിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവം അങ്ങനെ പരിശോധിക്കുമ്പോൾ എന്നിലും നിങ്ങളിലും ദൈവത്തിന് കൊടുക്കുന്ന സ്നേഹത്തിലൊരു കുറവ് വരരുത്, അതിലൊരു പൂർണ്ണത ഉണ്ടാകണം. ദൈവം ആഗ്രഹിക്കുന്നു. ഒന്നാമതായി നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ വേദപുസ്തകം പറയുന്നത് ലവ് യുവർ ഗോഡ്. ദൈവത്തെ സ്നേഹിക്കുക പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ. രണ്ടാമത്തെ ചിന്തയെന്ന് പറയുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ലവ് യുവർ നെയ്ബർ. നിന്റെ അയൽക്കാരനെ അഥവാ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ നീ സ്നേഹിക്കുക എന്നതാണ്. നിത്യതയിൽ പ്രവേശിക്കണമെങ്കിൽ ദൈവത്തെ സ്നേഹിച്ചാൽ മാത്രം പോരാ, നിന്റെ അയൽക്കാരനെ അഥവാ കൂട്ടുകാരനെ നീ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്നതാണ്. ഇവിടെ നാം തിരിച്ചറിയേണ്ടുന്നത് യേശുവിൻ്റെ ജീവിതത്തെ മാതൃക ആക്കേണ്ടുന്നത്. പിതാവിനെ സ്നേഹിക്കുന്നതിൽ യേശു മാതൃകയായിരുന്നു എങ്കിൽ കൂട്ടുകാരനെ, അയൽക്കാരെയൊക്കെ സ്നേഹിക്കുന്നതിൽ യേശു നമുക്ക് വലിയൊരു മാതൃക വച്ചിരിക്കുകയാണ്. യേശു ആദ്യം എന്താ ചെയ്തതെന്നറിയാം? ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് ജീസസ് ലവ് ദ സിന്നേഴ്സ്. യേശു പാപികളെ സ്നേഹിച്ചു. എത്ര അനുഗ്രഹീതമായ അനുഭവം പ്രിയമുള്ളവരെ! യേശു പാപികളെ സ്നേഹിക്കുന്നു. ജീസസ് ലവ്സ് സിന്നേഴ്സ്. നമ്മെക്കൊണ്ട് കഴിയുമോ? പാപത്തിൽ ജീവിക്കുന്നവരെ സ്നേഹിപ്പാൻ നമ്മെക്കൊണ്ട് കഴിയുമോ? നമ്മുടെ സ്റ്റാറ്റസിനോടൊപ്പം എത്താത്ത ആളുകൾ, നാം അഭിമാനിക്കുന്ന സോക്കോൾഡ് സ്റ്റാറ്റസിനൊപ്പം ജീവിക്കാത്ത, ആ നിലവാരത്തിൽ എത്താത്ത മനുഷ്യരെ നമുക്ക് സ്നേഹിക്കുവാൻ കഴിയുമോ? യേശു എന്താ ചെയ്തേ? അങ്ങനെയുള്ളവരെ സ്നേഹിച്ചു.
കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക. യേശു രോഗികൾക്ക് സ്നേഹിച്ചു. കുഷ്ഠരോഗികളെ അവരെ തൊടുന്നു. അന്ന് തൊട്ടുകൂടായ്മയുടെ കാലഘട്ടത്തൊക്കെ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിലൊക്കെ കുഷ്ഠരോഗികളൊക്കെ യേശു തൊടുകയാണ്, തൊട്ട് സൗഖ്യമാക്കുകയാണ്. പകർച്ചവ്യാധിയൊന്നും യേശു മൈൻഡ് ചെയ്തേയില്ല. കൂട്ടുകാരനെ തന്നെപ്പോലെ തന്നെ തൻ്റെ ശരീരത്തിൽ താൻ തൊടുന്നത് പോലെ, തൻ്റെ ശരീരത്തെ സ്നേഹിക്കുന്നത് പോലെ യേശു മറ്റുള്ളവരെ സ്നേഹിച്ചു. രോഗികളുടെ അടുക്കൽ പോയിരുന്ന് അവരെ ഒന്ന് തൊട്ട് അവരുടെ ശരീരത്തിൽ ഒന്ന് സ്പർശിച്ച് അവരെ ആശ്വസിപ്പിക്കുവാൻ നമ്മെ കൊണ്ട് കഴിയുമോ? അതോ നാം ഒരു കീപ്പ് എ ഡിസ്റ്റൻസ്, മാറി നിൽക്കൂ? തളർന്നിരിക്കുന്ന ഒരു മനുഷ്യൻ, ആരും ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്ന വ്യക്തിയുടെ അടുക്കൽ ആ കരമൊന്ന് ഗ്രഹിച്ച് ആ മനുഷ്യന് നമ്മുടെ സ്പർശനത്തിലൂടെ ഒരു ഉൾബലം കൊടുക്കുവാനും നമുക്ക് കഴിയുമോ? യേശു ചെയ്ത അതാണ്. മാത്രമല്ല, യേശു ഭയത്തിലിരുന്നവരെ, നിരാശയിലിരുന്നവരെയൊക്കെ യേശു സ്നേഹിച്ചു. വേദനകളിലും കണ്ണുനീരിലും ഇരുന്നവരെയൊക്കെ യേശു സ്നേഹിച്ചു. വേർപാടിൻ്റെ വേദനയിലിരുന്നവരെ യേശു സ്നേഹിച്ചു. നായീൻ എന്ന ഗ്രാമത്തിൽ ആ വിധവയുടെ മകൻ മരിക്കുമ്പോൾ ആ വിധവയെ വേദന അവരെ കർത്താവ് ആശ്വസിപ്പിക്കുക, അവരെ സ്നേഹിക്കുകയാണ്. അവിടെ ദൈവം ഒരു അത്ഭുതം ചെയ്യുകയാണ്. ലാസർ മരിക്കുമ്പോൾ മാർത്താ മറിയയുടെ ജീവിതത്തിലൊക്കെ അവിടെയൊക്കെ യേശുവിൻ്റെ ആ ലവ്, സ്നേഹം വെളിപ്പെടുത്തുകയാണ്. മാത്രമല്ല, കഷ്ടതകളിരുന്നവരെ യേശു സ്നേഹിച്ചു. തന്നെ വിട്ട് അകന്നു പോയവരെ അവരുടെ അടുക്കിലേക്ക് യേശു മടങ്ങിപ്പോവുകയാണ്. ഒരു കാലത്ത് യേശുവിൽ നിന്ന് ഒരുപാട് നന്മ അനുഭവിച്ച ശിഷ്യന്മാർ, ആ ശിഷ്യന്മാർ യേശുവിനെ തള്ളിപ്പറഞ്ഞും യേശുവിൽ നിന്നും അകന്നുമൊക്കെ പഴയ ജോലിക്കായിട്ട് പോകുമ്പോൾ യേശു എന്ത് ചെയ്യാണ്? അവരെ വീണ്ടും തേടി പോവുകയാണ്. നാം അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഒരു കാലത്ത് നമ്മിൽ നിന്ന് ഒരുപാട് നന്മ അനുഭവിച്ചവർ നമുക്കെതിരായി തിന്മ ചെയ്ത്, നമുക്ക് ദോഷം ചെയ്ത്, നമ്മെ വേദനിപ്പിച്ച്, നമ്മെ അപമാനിച്ച്, നിന്ദിച്ച്, കണ്ണീർ കയത്തിലാക്കിയിട്ട് അവർ ചെല്ലുമ്പോൾ അവരെ വീണ്ടും പോയി സ്നേഹിപ്പാൻ നമ്മെ കൊണ്ട് കഴിയുമോ? ചോദ്യമാണ്. ക്രിസ്തു നമുക്ക് നൽകിയ മാതൃക. ഇറ്റേണൽ ലൈഫ് കരസ്ഥമാക്കണമെങ്കിൽ ഈ ഒരു അനുഭവത്തിൽ ജീവിക്കണമെന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മോട് ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, യേശു ശത്രുക്കളെ സ്നേഹിച്ചു. യേശു അതാ പറഞ്ഞു, യേശു ശത്രുക്കളെ സ്നേഹിച്ചു. ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിൽ തറയ്ക്കുന്ന വേളയിൽ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ദ റിയൽ ലവ് ഫ്രം ബോട്ടം ഓഫ് ഹാർട്ട്, കമ്മിങ് ഫ്രം ബോട്ടം ഓഫ് ഹാർട്ട്, ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്നും വരുന്ന ഒരു വലിയ സ്നേഹം, കരുതൽ. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക, നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക, ശത്രുവിനെയും സ്നേഹിക്കുന്ന ഒരു സ്നേഹം. ആമേൻ. വേദപുസ്തകം പറയുന്നു, യേശു പറഞ്ഞു, ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ തിന്മാൻ കൊടുപ്പ, അവന് ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്ക. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമുക്കൊരുപാട് വേദന നൽകിയിട്ടുള്ളവർ, സങ്കടങ്ങൾ നൽകിയിട്ടുള്ളവർ, നമുക്കൊരുപാട് നഷ്ടം വരുത്തിയിട്ടുള്ളവർ അർത്ഥപ്രാണരായി വഴിയിൽ കിടക്കുന്നത് കണ്ടാൽ അവൻ്റെ വിശപ്പടക്കുവാൻ, അവൻ്റെ മുറിവ് കെട്ടുവാൻ, അവൻ്റെ ദാഹം തീർപ്പാൻ അങ്ങനെയുള്ളൊരു മനസ്സ് നമുക്കുണ്ടോ? ആ മനസ്സിങ്ങനെ രൂപപ്പെടുത്തി എടുക്കുവാൻ നമ്മാൽ കഴിയുമോ? ചിന്തിക്കുക. ഹു ഈസ് ദ ബെസ്റ്റ് ഫ്രണ്ട്? ഹു ഈസ് ദ ബെസ്റ്റ് നൈബർ? ആരാണ് യഥാർത്ഥ അയൽക്കാരൻ? ആരാണ് യഥാർത്ഥ കൂട്ടുകാരൻ? കർത്താവായ യേശു ക്രിസ്തു നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിൽ, മറ്റുള്ളവരെ കരുതുന്നതിൽ, മറ്റുള്ളവരുടെ വേദനകൾ അറിയുന്നതിൽ യേശു ഒരു നല്ല മാതൃക ആയിരുന്നു. ഈ യേശുവിനെ പിൻപറ്റുന്ന ജീവിതത്തിൽ ഇപ്രകാരമുള്ള ഗുണങ്ങൾ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ആദ്യ ചോദ്യത്തിലേക്ക് മടങ്ങി വരാം. നമുക്ക് മറ്റാരുടെയെങ്കിലും ജീവിതത്തിൽ ഒരു നല്ല ശമരിയക്കാരനായി തീരുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? കർത്താവായ യേശു ക്രിസ്തു ഒരു സംഭവത്തെ ഇവിടെ വിവരിക്കുകയാണ്. ഒരു മനുഷ്യൻ വഴിയാത്രയിൽ കള്ളന്മാരാൽ ഉപദ്രവിക്കപ്പെട്ട് അർത്ഥപ്രാണനായിട്ട് വഴിയരികിൽ കിടക്കുകയാണ്. വഴിയിലൂടെ ഒരു പുരോഹിതൻ കടന്നു ചെല്ലുന്നുണ്ട്, ഒരു ലേവ്യൻ കടന്നു ചെല്ലുന്നുണ്ട്.
അവർ തങ്ങളെ തന്നെ സ്നേഹിക്കുന്നവരായിരുന്നു. തങ്ങളുടെ ദൗത്യത്തെ മാത്രം സ്നേഹിക്കുന്നവരായിരുന്നു. അവർ കണ്ടിട്ടും കാണാത്തവരെ പോലെ കടന്നു ചെല്ലുകയാണ്, വഴിമാറി നടന്നു ചെല്ലുകയാണ്. ഒടുവിലിതാ ഒരു മനുഷ്യൻ വരുന്നു, ഒരു സാധാരണക്കാരൻ. അവൻ ശമരിയ ദേശത്തുള്ളവൻ, അതുകൊണ്ട് അവനെ ശമരിയക്കാരൻ എന്ന് വിളിക്കുന്നു. വിൽ ബി ബിക്കം എ ഗുഡ് ഷെപ്പേർഡ്. ആമേൻ. അവൻ കടന്നു വരുന്നു. അർത്ഥപ്രാണനായി കിടക്കുന്ന ഈ മനുഷ്യൻ മുറിവ് കെട്ടുന്നു, അവനാവശ്യമായ വെള്ളം കൊടുക്കുന്നു, അവനെ ഒരു സത്രത്തിൽ കൊണ്ടെത്തിച്ച് അവനാവശ്യമായ പരിചരണങ്ങളൊക്കെ അവന് നൽകുകയാണ്. തൻ്റെ ധനം ചിലവഴിക്കുന്നു, തൻ്റെ വാഹനം അതിലേക്ക് ഉപയോഗിക്കുന്നു, സകലതും ചെയ്തു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് ചുറ്റും അർത്ഥപ്രാണനായി കിടക്കുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട്. ആമേൻ. അർത്ഥപ്രാണ അവസ്ഥയിൽ കിടക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ നമ്മുടെ ഭവനത്തിനുള്ളിലുണ്ട്, ഭവനത്തിന് പുറത്തുണ്ട്. നിങ്ങളത് നോക്കിയിട്ടുണ്ടോ? നമ്മുടെ കുടുംബത്തിനകത്തുണ്ട്. മാനസികമായ തകർച്ചയിൽ, വേദനയിൽ, സങ്കടങ്ങൾ, കണ്ണുനീരിലൊക്കെ കഴിയുന്നവരുണ്ട്, വേദനകൾ ഇരിക്കുന്നവരുണ്ട്. ഒരുപക്ഷെ ജോലി സ്ഥലത്തെ ഒരു പ്രശ്നമാകാം, അല്ലെങ്കിൽ സ്കൂളിലെ ഒരു പ്രശ്നമാകാം. അതുമായിട്ട് നമ്മുടെ മക്കൾ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ ഭാര്യ, നമ്മുടെ മാതാപിതാക്കൾ ഒക്കെ വൈകുന്നേരം വീട്ടിൽ വരുമ്പോൾ അവരുടെ മനസ്സ് അർത്ഥപ്രാണനായിരിക്കുന്ന അനുഭവത്തിലൊക്കെ ആയിരിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ ടെൻഷനായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ആയിരിക്കാം. അവരെയൊക്കെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ, മുറിവ് കെട്ടുവാൻ നമ്മൾ കഴിയുന്നുണ്ടോ? വേദനപ്പെടുന്നവരെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? സങ്കടപ്പെടുന്ന ഉള്ളങ്ങളെ, നീറുന്ന ഉള്ളങ്ങളെ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നു. യേശുവിന് കഴിയുമായിരുന്നു. പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ്റെ പുറംമോടിയല്ല, അവൻ്റെ മനസ്സിനെ കാണുവാൻ നമുക്ക് സാധിക്കണം. അവൻ്റെ ചിന്തകളെ മനസ്സിലാക്കുവാൻ കഴിയണം. അവിടെയാണ് നാം ഒരു ഗുഡ് സമാരിറ്റൻ എന്നുള്ള അനുഭവത്തിലേക്ക് ആയിത്തീരുന്നത്. അവൻ്റെ വേദനയുടെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ കഴിയണം. ഒരു കുടുംബത്തിൻ്റെ പച്ചയായ ജീവിത അനുഭവങ്ങളെ നോക്കി മനസ്സിലാക്കുവാൻ, ഗ്രഹിക്കുവാനുള്ള കഴിവ് നമുക്കുണ്ടാകണം. അവിടെയാണ് നാം എല്ലാവരും ഒരു ഗുഡ് സമാരിറ്റനായി തീരുന്നത്, ഒരു നല്ല ശമരിയക്കാരനായി തീരുന്നത്. പ്രിയമുള്ളവരെ, അർത്ഥപ്രാണനായി കിടക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്? നമ്മുടെ മനോഭാവം എന്താണ്? എന്തെങ്കിലും ചെയ്യുവാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യുവാൻ നമ്മെക്കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? ചിന്തിക്കുക. എനിക്ക് 30 വയസ്സുണ്ടെങ്കിൽ ഈ 30 വയസ്സുകാലം ഞാൻ കടന്നു വന്ന പാതകൾ, ഞാൻ എത്രയോ അർത്ഥപ്രാണനായ മനുഷ്യനെ കണ്ടിട്ടും കാണാത്തവരെ പോലെ കടന്നു വന്ന, ഒരു പുരോഹിതനെ പോലെ, ഒരു ലേവ്യനെ പോലെ കടന്നു വന്നവരാണ്. അങ്ങനെ ഞാൻ കടന്നു വന്ന അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ടോ? അതോ അവരെ ഒന്ന് എൻ്റെ വഴിയാത്രയിൽ, എൻ്റെ യാത്രാമധ്യേ അങ്ങനെ നിരാലംബരായി അവശരായി കിടക്കുന്നവരെ ഒന്ന് എഴുന്നേൽപ്പിക്കുവാൻ, കരം കൊടുത്ത് സഹായിക്കുവാൻ, ഒരു ആശ്വാസവാക്ക് പറയുവാൻ, ഒരു ചെറിയ തലോടൽ നൽകുവാൻ, ഒരു ചെറിയ സാമ്പത്തിക സഹായം ചെയ്യുവാൻ, ആശുപത്രിയോളം കൊണ്ടെത്തിക്കുവാൻ, മെഡിസിൻ വാങ്ങിക്കൊടുക്കുവാൻ, 10 മിനിറ്റ് നേരം അവരുടെ അടുക്കൽ നിന്ന് അവരോടൊന്ന് സംഭാഷിക്കുവാൻ, ഒന്ന് സംസാരിക്കുവാൻ, അവരുടെ മക്കൾക്ക് ആവശ്യമായ ആലോചനകൾ നൽകുവാൻ നമ്മെക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ ജീവിതം നമുക്ക് മാതൃകയാണ്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ സന്ദേശത്തിൻ്റെ കാതലായ ഭാഗമെന്ന് പറയുന്നത് ബി എ മെർസിഫുൾ പേഴ്സൺ. നിങ്ങൾ കരുണയുള്ളവർ ആയിരിക്കുക. നിങ്ങൾ കരുണയുള്ളവർ ആയിരിക്കുക. ലൂക്കോസ് വിശേഷം 10-ാം അധ്യായം 37-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ബി ആറ്റിറ്റ്യൂഡ്സ് നമുക്ക് കാണുവാനായി സാധിക്കും. അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ്? കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. പുരോഹിതനോ ലേവ്യനോ ശമരിയക്കാരനോ മറ്റ് സ്ഥാനമാനങ്ങൾ ഇരിക്കുന്ന വിശ്വാസികളോ എന്നല്ല ദൈവം നോക്കുന്നത്. നിങ്ങൾ കരുണ കാണിക്കുന്നവർ ആയിരിക്കണം. നിങ്ങൾ കരുണയുള്ളവർ ആയിരിക്കണം. യേശുവിൻ്റെ പർവ്വത പ്രസംഗത്തിൽ മത്തായി സുവിശേഷം 5:7 വായിക്കുമ്പോൾ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. പ്രിയമുള്ളവരെ, ഞാനിത് പറഞ്ഞിവിടെ അവസാനിപ്പിക്കുകയാണ്. കരുണ ലഭിക്കാത്തവർക്ക് ഞാൻ കരുണ നൽകുമ്പോൾ എനിക്ക് കരുണ നൽകുവാനായിട്ട് പുതിയ ആളുകൾ എൻ്റെ അടുക്കൽ എത്തിക്കുമെന്നുള്ളതാണ്. ആമേൻ. എത്ര അനുഗ്രഹമായ ഒരു അനുഭവം പ്രിയമുള്ളവരെ. അർത്ഥപ്രാണനായി വഴിയിൽ കിടക്കുന്നവർക്ക് നാം ഒരു നല്ല ശമരിയക്കാരനായി തീർന്നാൽ
നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെയുള്ള അനുഭവത്തിലൂടെ കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ അടുക്കൽ ഒരു നല്ല ശമരിയക്കാരനെ എത്തിക്കും, അങ്ങനെ കൊണ്ടുവരുന്നത് ദൈവമായിരിക്കും. ആമേൻ. ജീവിതത്തിൽ നല്ല ശമരിയക്കാരനായി ജീവിക്കുവാൻ ശ്രമിക്കാം. ദൈവത്തെ സ്നേഹിക്കുന്നവരായി പൂർണ്ണതയോടുകൂടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുന്നവരായി നമ്മുടെ അയൽക്കാരെ അഥവാ നമ്മുടെ കൂട്ടുകാരനെ നമ്മെപ്പോലെ തന്നെ സ്നേഹിക്കുന്നവരായി തീരുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് നിത്യത എന്ന അനുഗ്രഹീതമായ ഒരു നന്മയാണ്. ഒരു ധന്യമായ അനുഭവത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. മറന്നു പോകരുതേ, എനിക്കുള്ളിലെ നല്ല ശമരിയക്കാരൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? എനിക്കുള്ളിലെ നല്ല ശമരിയക്കാരൻ, ക്രിസ്തു നോക്കിക്കാണുവാൻ ആഗ്രഹിച്ച നല്ല ശമരിയക്കാരൻ ഇപ്പോഴും ലൈവാണോ എൻ്റെ ജീവിതത്തിൽ? അതോ ഏതോ ഒരു കാലഘട്ടത്തുണ്ടായിരുന്നു, അതിനുശേഷം മരണപ്പെട്ടു പോയി, എന്നിൽ നിന്ന് മന്യമായിപ്പോയി, ഫെയ്ഡായിപ്പോയി, മങ്ങൽ സംഭവിച്ചു? നമുക്കൊന്ന് തട്ടി ഉണർത്താമോ? പ്രിയമുള്ളവരെ, മരിച്ചവിടെ ഇരുന്ന് എഴുന്നേൽക്കുവാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഉറങ്ങുന്നവനെ, നീ മരിച്ചവിടെ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ഒരു ഉണർവ് ഈ പ്രഭാതത്തിൽ ആവശ്യമാണ്. ക്രിസ്തു നമ്മുടെ മേൽ പ്രകാശിക്കും. കർത്താവിനൊരു വലിയ ചെയ്യുവാൻ കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ആ മനോഹരമായ അനുഭവത്തിലേക്ക് പ്രവേശിക്കാമോ? എന്നൊരു തീരുമാനമെടുക്കാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നല്ല ശമരിയക്കാരനായി പ്രവർത്തിക്കും. അതിന് മുന്നോടിയായി പൂർണ്ണതയോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കും. കണ്ണുകളടയ്ക്കാം. നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവാം ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതവിളയ്ക്കായി സ്തോത്രം 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 ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ ദൈവം നൽകിയ നല്ല ചിന്തകൾക്കായി സ്തോത്രം ചെയ്ത പിതാവേ, നാഥ, നിത്യത അവകാശമാക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തു യേശുവിൻ്റെ മാതൃക, പാറ്റേൺ, ആമീൻ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് ഞങ്ങളോട് സംസാരിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. അങ്ങ് നൽകിയ നല്ല ചിന്തകൾക്കായി നന്ദി 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 കർത്താവേ. അങ്ങയെ സ്നേഹിക്കുവാൻ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ഹൃദയത്തോടെ കർത്താവെ അങ്ങയെ സ്നേഹിക്കേണ്ട കൃപ ഞങ്ങൾക്ക് നൽകണമേ പിതാവേ. ഞങ്ങളുടെ കൂട്ടുകാരെ, ഞങ്ങളുടെ അയൽക്കാരെയൊക്കെ സ്നേഹിക്കേണ്ട കൃപ നൽകണമേ. അവിടെ നിങ്ങൾ ശത്രുവിന് വരെ സ്നേഹിച്ചതുപോലെ ആ ഒരു അനുഭവത്തിലായിത്തീരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ്, ആമേൻ, സ്തോത്രമപ്പ, ഇപ്പോൾ കാലം ഞങ്ങൾ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കരുണയുള്ളവരായിരിക്കാൻ സഹായിക്കണം. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ആ ഒരു ധന്യമായ അനുഭവത്തിൽ അവിടെ ഞങ്ങൾ വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾക്കായി സ്തോത്രം. നന്ദിയപ്പ, നന്ദിയോടെ സ്തോത്രം. വരുന്ന ഒരാഴ്ചക്കാലം ദൈവം ഞങ്ങളോട് കൂടിയിരിക്കണം. ഞങ്ങളെ വഴി നടത്തണം. ഞങ്ങൾക്ക് ആവശ്യമായതൊക്കെ നൽകണമേ. അങ്ങ് ആഗ്രഹിക്കുന്ന തരത്തിൽ ഞങ്ങൾ മറ്റുള്ളവരെ കരുതുവാനും സഹായിപ്പാനും ഒക്കെ ദൈവം ഞങ്ങളുടെ കരങ്ങൾക്ക്, ഞങ്ങളുടെ മനസ്സിന് ശക്തി നൽകണമേ. അതിൻ്റെ വിഭവങ്ങളെ ദൈവം ഞങ്ങൾക്ക് ഒരുക്കി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുക്കൃപ നിഴലായി ഞങ്ങളോട് കൂടിയിരിക്കട്ടെ. നീമതി യേശു എന്ന ഈ ചാനലിൽ പിന്നെ പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കായി, അവരുടെ കുടുംബങ്ങൾക്കായി സ്തോത്രം. അവരുടെ മക്കളെ ദൈവം ആശീർവദിക്കണം. തിരുക്കൃപ നിഴലായി ഞങ്ങളോട് കൂടിയിരിക്കട്ടെ. യേശു രക്ഷിതാവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളും. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ കൃപ, അനുഗ്രഹം, വാഴ്വ്, നന്മ നിങ്ങളെല്ലാ പേരോടും ഇന്നുമെന്നും സദാകാലം കൂടിയിരിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ ആമേൻ. പ്രിയരെ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഞായറാഴ്ച വരുന്ന ഇനി ഒരാഴ്ചക്കാലം ദൈവം നമ്മെ വഴി നടത്തട്ടെ. പ്രത്യേകിച്ച് ഇന്ന് കേട്ട വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിക്കുക. തീർച്ചയായിട്ടും അതിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിലൂടെ പ്രവർത്തിക്കും. നമുക്കെല്ലാവർക്കും നല്ല ശമരിയക്കാരനായി തീരുവാൻ ശ്രമിക്കാം. അതിലേക്കായി പരിശ്രമിക്കാം. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു.